ഒരുപാട് കാലം ഇനിയും മതിക്കുന്നതിന് മുമ്പ് സുബഹ് ഖലാക്കാതെ ഇതുപോലെ ജമാഅത്തായി നിസ്കരിക്കാൻ നമുക്കൊരു തൗഫീഖ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമല്ലോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, മൻ കതമ ഹുമ്മ യൗമിൻ അസ്വാബതുഹു, ആർക്കെങ്കിലും ഒരാൾക്ക് പണിമത്തുണ്ട് കണ്ടെങ്കിൽ എന്നിട്ട് ആ പണിമന്നെതിരെ തന്റെ വാപ്പട്ടിക വിട്ടിട്ടു, തന്റെ ഉമ്മട്ടിക, തന്റെ പെഞ്ഞായിട്ട് അല്ലെങ്കിൽ തന്റെ മക്കൾട്ടിക ഡാക്ടർ ആ മറന്ന് തന്നുള്ളിൽ ഡാക്ടറിനെ വിട്ടിട്ടു വേറെ ആരും സ്വന്തം അവൻ അതിനെ മരച്ചു വെച്ചാൽ ചില ആൾമാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരു രോഗം വന്നെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു നൊമ്പലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ അതിന് പോട്ടെ മാർഗത്തിൽ എല്ലാവരോടും ചൊല്ലിടോ, പോയവിടെ എല്ലാവരോടും ചൊല്ലിടോ, പണ്ടെന്നെ എല്ലാവരോടും ചൊല്ലിടോ. അത് അവനെന്തും ആ കാറ്റ് ദുനിയാവുടെ മനുഷ്യന്മാർക്കാരും ചൊല്ലാറ്റ് മരച്ചു വെച്ചാൽ കണ്ടെങ്കിൽ അവിടെ ഉമ്മ പ്രസവിക്കുന്നതാൽ അവിടെ എത്ര ശുദ്ധിയായിട്ടുണ്ട് അതേപോലെ എല്ലാ തെറ്റിടെ അള്ളാഹു തആല എന്താക്കട അവിടേക്ക് മാഫ് കൊടുക്കട. മാത്രമല്ല അള്ളാഹു അവിടെ എന്തൊരു പ്രതിഫലം നരകത്തെ തൊട്ടുള്ള മോചനവും മാത്രമല്ല ഈ ദുനിയാവിലും അല്ലാഹു തആല നിനക്ക് തന്ന മുസീബത്തുകളെ, ആഫാത്തുകളെ, എല്ലാ തെറ്റുകളെ, എല്ലാ രോഗങ്ങളെ നീ മറച്ചു വെച്ചതിന് പേരായിട്ട് അല്ലാഹു തആല നിന്റെ എല്ലാ ഐബുകളെയും നിന്റെ എല്ലാ തെറ്റുകളെയും അല്ലാഹു എന്താക്കട ഈ ദുനിയാവിലും ഞാൻ ആഖിറത്തിലും മറച്ചു വെക്കട. അത് പബ്ലിക് ആക്കില്ല. നിനക്ക് അല്ലാഹു മാഫ് തരണ്ട. അവനക്ക് അല്ലാഹു എന്തൊരു നൊമ്പട തന്നെങ്കും എന്തൊരു രോഗമെന്നെങ്കും അപ്പൊ അതിന് നമ്മൾ എന്താക്കുന്നു, ഒരു പരിവർത്തിക്കുന്ന സമയത്ത് മറച്ചു വെക്കുന്നു. അതിന് നമുക്ക് നല്ല പ്രതിഫലമുണ്ട്. മരുന്നിന് ആവശ്യമുണ്ട് അവർക്ക് മാത്രം കാക്ക, അല്ലെങ്കിൽ ആവശ്യമില്ല ബാപ്പവും വരട്ടിക്കമ്മ സ്വന്തം മക്കളൊട്ടിക്കമ്മ ചൊല്ല മുട്ടിട്ടു വേറെ ആരോട്ടും ഒരു രോഗം വന്നെങ്കിൽ അതിന് ചൊല്ലിട്ടിടക്കൊരു തീര എന്തോ അള്ളാഹു നമുക്ക് തന്നെ ഒരു മുസീബത്ത് അത് ഞങ്ങൾക്ക് പ്രതിഫലം തണ്ടുവരായിട്ട് അള്ളാഹു തന്നെ ആയിട്ടിക്കണ്. അള്ളാഹുടെ ഒരു പരീക്ഷയായിട്ടിക്കണ്. ആ പരീക്ഷയിൽ ഞങ്ങൾ വിജയിക്കുന്നു. എല്ലാവരുടെയും സ്വന്തം പോയെങ്കിൽ വിജയിക്കില്ല. അതിന് അന്നരട്ടിക ചൊല്ല, മറന്നു തന്നെ ഡാക്ടറിനൊട്ടിക ചൊല്ല, പിന്നെ അതിനെ ഉച്ച വെക്ക അള്ളാഹു ഇങ്ങനെ മുസീബത്ത് തന്നെ രണ്ട് ചൊല്ലിടക്കൊരു തീര. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യം ആക്കാണ്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ടും എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നമ്മെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ എല്ലാവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. നമ്മുടെ ഭാര്യ മക്കളിൽ ബാപ്പുമ്മമാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ നമ്മുടെ റിസ്ഖിനെ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ വിശാലമാക്കി ജ്വലിച്ചു തരണം. ചതിയന്മാരെ തൊട്ട് കാക്കരമല്ല, സിഹിറന്മാരെ തൊട്ട് കാക്കരമല്ല, ആക്സിഡന്റുകളെ തൊട്ട് കാക്കരമല്ല. നമ്മുടെ എല്ലാ ഇടപാടുകളിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. കടക്കാരായ നമ്മെ ആരെയും നീ മരിപ്പിക്കരുത് റബ്ബേ. ഒരു ഹക്കും ഒരു കടവും ബാക്കിയില്ലാതെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. ഞങ്ങൾ ഇപ്പോൾ ചൊല്ലിയതും കേട്ടതും സ്വാലിഹായ ഒരു അമലിന്റെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സ്വലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് ഭാഗ്യം നൽകണമല്ല. നമ്മുടെ സഹോദരന്മാർ അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവർക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റബ്ബേ. അവർക്കും നമുക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണമല്ല. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد.